നിങ്ങൾ കടുമാങ്ങ കൂട്ടിയിട്ടുണ്ടോ? എന്നാൽ അതേ രീതിയിൽ പഴം വെച്ചിട്ട് നമ്മുടെ നേന്ത്രപ്പഴമില്ലേ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയാലോ. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊടിക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ല മൊരിയിച്ചെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് അതും കൂടി അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ അതും കൂടി മാറുന്ന വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നേന്ത്രപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വലിപ്പം ആക്കാം കേട്ടോ. ഇനി അതും കൂടി അതിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വാടി വരണം. ഇപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളി ഉണ്ടല്ലോ ആ പുളീൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പുളി വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് ആ പഴത്തിലും ആ പുളിയൊക്കെ പിടിച്ച് ഒന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ ആ ശർക്കരപ്പാനി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല എരിവും നല്ല പുളിയും നല്ല മധുരവും അതാകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ മോന് കൊടുക്കാനുള്ളതിനെ കൊണ്ട് അധികം എരിവ് ഇട്ടിട്ടില്ല. എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നന്നായിട്ട് എരിട്ടോ. എന്നിട്ട് ആ ശർക്കരേൻ്റെ പാനി ഒഴിക്കുമ്പോൾ അതിലങ്ങ് ബാലൻസ് ആയിക്കോളും. ഇനി ഇതാ ശർക്കര പാനിയും ആയിട്ട് പഴമൊക്കെ ഒന്ന് മിക്സായിട്ട് ചെറിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട, നല്ല ടേസ്റ്റാണ്.